الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് തഖ്വ കൈവിടാതെ മുന്നോട്ടു പോകാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് തന്നെ ആശ്ചര്യവും സന്തോഷവും തോന്നുന്ന വിധത്തിൽ നന്മയിൽ മുന്നേറിയ കാലഘട്ടങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. പലപ്പോഴും ഓർക്കുമ്പോൾ വല്ലാത്ത സന്തോഷവും നിർവൃതിയുമാണ് ആ കാലത്തെക്കുറിച്ച്. പലരും പറയാറുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇതിനേക്കാൾ ഉഷാറായിരുന്നു, ഒരുപാട് താല്പര്യം കാണിച്ചവനായിരുന്നു, ഒരുപാട് ദീനിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവനായിരുന്നു, ഇപ്പോ എന്തോ അറിയില്ല, എനിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കർമ്മങ്ങളിൽ നമ്മൾ മാത്സര്യം കാണിച്ച പരിശുദ്ധ റമദാനും അതുപോലത്തെ നന്മയുടെ സാഹചര്യങ്ങളും കാലഘട്ടങ്ങളുമൊക്കെ നമ്മൾ സന്തോഷത്തോടുകൂടെ ഓർക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കത് തുടർത്താൻ പറ്റാതെ പോകുന്നു എന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരം, മനുഷ്യരായ നമ്മുടെ മനസ്സിനെ സാരമായി ബാധിക്കുന്ന ഒരു രോഗമാണ് യഥാർത്ഥത്തിൽ കസൽ എന്ന് പറയുന്നത്, മടി എന്ന് പറയുന്നത്. അത് ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകളെ, വിജയത്തെ, നേട്ടങ്ങൾക്ക് അത് വലിയ തടസ്സമായി മാറും. മടിയൻ മല ചുമക്കും എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, അങ്ങനെ പറയാനുള്ള ഒരു കാരണം, മടി എന്ന് പറയുന്നത് അതിന് തസാഖുൽ, ഭാരമുണ്ടാക്കുക എന്നാണ് അർത്ഥം. മടി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ അയാൾ പിന്നേക്ക് മാറ്റിവെക്കുമ്പോൾ അപ്പോൾ ചെയ്യേണ്ട കാര്യവും മുമ്പ് ചെയ്യാതെ മാറ്റിവെച്ച കാര്യവും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മടി എളുപ്പമാണ്, സുഖമാണ്, സമാധാനമാണ്, സ്വസ്ഥതയാണ് എന്നൊക്കെ വിചാരിച്ച് മടി കാണിച്ച് മാറി നിൽക്കുമ്പോൾ അത് കൂടുതൽ നമുക്ക് ഭാരമായിരിക്കും ഉണ്ടാക്കുക. നമസ്കാരത്തിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് നമസ്കരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ, നമസ്കരിക്കേണ്ട സമയത്ത് നമസ്കാരത്തിനുള്ള വിളിയുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന മടി അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഖബറിൽ തല ചതച്ചരക്കപ്പെടുന്ന ആളുകൾ, അവരെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കാന യഖുദുൽ ഖുർആൻ വയർഫദുഹു വയനാമു അൻ സ്വലാത്തിൽ മക്തൂബ, നിർബന്ധ നമസ്കാരത്തിന്റെ നേരത്ത് മടിപിടിച്ച് കിടന്നുറങ്ങുകയായിരുന്നു അവൻ ചെയ്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭവിഷ്യത്ത് ദൂരവ്യാപകമാണ്. ഭൗതികമായ നേട്ടങ്ങൾക്ക് അത്
വലിയ പ്രയാസമാണ്, ബുദ്ധിമുട്ടുകളാണ്. മക്കളോട് പറയാറുണ്ട് നമ്മൾ, വായിച്ചോ പഠിച്ചോ എഴുതിക്കോ എന്നൊക്കെ പറയുമ്പോൾ കളിക്കാനാണ് താല്പര്യം. പിന്നീട് വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതകളുടെ, സർട്ടിഫിക്കറ്റിന്റെ, എഡ്യൂക്കേഷന്റെ, അക്കാഡമിക്സ് ബാക്ക്ഗ്രൗണ്ടിന്റെ അനിവാര്യത ഉള്ള സമയത്താണ് അവർ ഓർക്കുന്നത്. മടിപിടിച്ച് നശിപ്പിച്ച് കളഞ്ഞ കാലഘട്ടത്തിന്റെ വാല്യൂ അവർ മനസ്സിലാക്കുന്നത് പിൽക്കാലത്താണ്. അതുകൊണ്ട് തന്നെ മടി നമ്മുടെ ആരാധനയെ മാത്രമല്ല നമ്മുടെ എല്ലാറ്റിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം കാലം സേവനം ചെയ്ത സ്വഹാബത്ത് പറയാണ്, പ്രവാചകൻ ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, ആഴമേറിയ ദുഃഖങ്ങൾ, വിഷമങ്ങൾ, ഇതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വൽ അജ്സി വൽ കസൽ, കഴിവില്ലായ്മ, അജ്സ്, ദുർബലതയിൽ നിന്നും അതുപോലെ തന്നെ മടിയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഒരാൾക്ക് കഴിവില്ലാതെ പോകലാണ് ദുർബലത. എന്നാൽ മടി എന്ന് പറയുന്നത് ഒരാൾക്ക് കഴിവുണ്ടായിട്ടും അയാൾ ചെയ്യാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പിന്നെ കസൽ എന്ന് പറയുന്നത്. കസൽ ഒരുപക്ഷെ അജ്സിലേക്ക് നയിക്കും. കസൽ ഒരാളെ ദുർബലതയിലേക്ക് നയിക്കും. കഴിവുണ്ടായിട്ടും ശേഷിയുണ്ടായിട്ടും മടി പിടിച്ചിരുന്നാൽ ഒരുപക്ഷെ ശേഷി ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യത്തെ റസൂൽ ചേർത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ തേടിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചെന്ന പ്രാർത്ഥന, അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം, അസ്ബഹ്ന അസ്ബഹൽ മുൽക്കു ലില്ലാ, അംസൈന അംസൽ മുൽക്കു ലില്ലാ എന്ന് തുടങ്ങുന്ന ദുആയുടെ ബാക്കി ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും, അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല. വൈകുന്നേര സമയത്താവുമ്പോൾ അങ്ങനെ പറയും, അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗം, ഈ ദിവസത്തിന്റെ ഖൈർ ഞാൻ ചോദിക്കുന്നു, ഈ രാത്രിയുടെ ഖൈർ ഞാൻ ചോദിക്കുന്നു. ഈവനിങ് ആവുമ്പോൾ അങ്ങനെ പറയും, ഈ ദിവസത്തിന്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, ഈ രാത്രിയുടെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിക്കും. വഅഊദു ബിക മിൻ ഷർരി ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസൽ വസൂഇൽ കിബർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാർ വഅദാബിൻ ഫിൽ ഖബർ. എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ നിർവഹിക്കേണ്ട അദ്കാറുസ് സബാഹ് വഅദ്കാറുൽ മസാ, അതിൽ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസൽ, അല്ലാഹുവേ മടിയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, ഈ ദിവസത്തിന്റെ എല്ലാ ഖൈറും ഞാൻ ചോദിക്കുന്നു, എല്ലാ ഷർറും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, ഇതിനു ശേഷവും എല്ലാ ഖൈറും നീ എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മടി ഉണ്ടാക്കല്ലേ പടച്ചോനെ എന്ന് രാവിലെ തന്നെ. എപ്പോഴാ അദ്കാർ സബാഹ് ചെല്ലേണ്ട സമയം? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ്. എപ്പോഴാ അദ്കാറുൽ മസാ ചെല്ലേണ്ട സമയം? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പാണ്. അപ്പൊ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ പടച്ചോനോട് പ്രാർത്ഥിച്ചിട്ട് പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഈ ദിവസത്തിൽ എനിക്ക് നീ മടി ഉണ്ടാക്കല്ലേ പടച്ചോനെ എന്നാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യവും ശേഷിയും ഒഴിവും യൗവനവും ബുദ്ധിയും ചിന്തയും എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവർ ചെയ്യുന്ന അത്രയും നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്ന എന്തുകൊണ്ടാണ്? നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, നമുക്ക് ശേഷിയില്ലാത്തത് കൊണ്ടല്ല. ഭൗതികമായ കാര്യങ്ങൾ നേടുന്ന കാര്യത്തിൽ ഒരുപക്ഷെ ശേഷി എന്നുള്ളത്, കഴിവ് എന്നുള്ളത്, സ്കിൽസ് എന്നുള്ളത് ഒരുപക്ഷെ അവിടെ പിന്നെ വലിയ കാരണമായേക്കാം. എന്നാൽ ദീനിന്റെ കാര്യം ആർക്കാ ചെയ്യാൻ പറ്റാത്തത്? ആണിനും പെണ്ണിനും ചെറുപ്പക്കാർക്കും മുതിർന്ന ആളുകൾക്കും വിദ്യാഭ്യാസമുള്ളവർക്കും വിദ്യാഭ്യാസം കുറഞ്ഞവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ദീനിന്റെ കാര്യം. ബാങ്ക് കൊടുത്ത പള്ളിയിൽ പോവാൻ അവിടെ പ്രത്യേകിച്ച് ബിരുദമുണ്ടോ? ഇല്ലല്ലോ. ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അതുപോലും ചെയ്യാൻ സാധിക്കാത്തത് കഴിവുകേടല്ല, മറിച്ച് അലസതയാണ്. പണ്ഡിതന്മാർ പറയുന്നത് ചിന്തിക്കാൻ മടി കാണിക്കുന്ന ആൾക്കാരുണ്ട്, ശരീരത്തിന് മടി ബാധിക്കുന്ന ആൾക്കാരുണ്ട്. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ദീനിനെക്കുറിച്ച് ചിന്തിക്കാതെ, പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാതെ, അള്ളാഹിനെക്കുറിച്ച് ചിന്തിക്കാതെ, ഖുർആനെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ. അവർ വെറും അവന്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കണം. ചിന്തിക്കാൻ മടി കാണിക്കുന്ന ആൾക്കാരുണ്ട്. ചിന്തിച്ച് ചെയ്യാതെ, ഇപ്പൊ ഭൗതികമായ കാര്യങ്ങൾ തന്നെ കൂടുതൽ ലാഭം കിട്ടുമെന്ന് പറയുമ്പോത്തിന് ഒന്നും ആലോചിക്കാതെ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം എല്ലാം പൊട്ടിപ്പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് ചോദിക്കും, നിങ്ങൾ ചിന്തിച്ചിട്ട് കേൾക്കുമ്പോൾ അവർ പറയും, വേണ്ട പോലെ ചിന്തിച്ചില്ല എന്നാണ് അവർ പറയാ. അപ്പോ ഭൗതികമായ കാര്യമായിരുന്നാലും ദീനിയായ കാര്യമായിരുന്നാലും ചിന്തിക്കാൻ മടി കാണിക്കുന്ന ആൾക്കാർ. പിന്നെ ശരീരത്തിന് ബാധിക്കുന്ന മടി. അതുകൊണ്ട് തന്നെ അവരുടെ ഭൗതികമായിട്ടുള്ള ഒരു ജോലിയും ചെയ്യില്ല, ജോലിക്ക് പോവില്ല, എവിടെ പോയാലും പിറ്റേന്ന് തന്നെ പെരിയിലെത്തും. ഇങ്ങനത്തെ ചില ആൾക്കാർ ദീനിയായിട്ടുള്ള കാര്യങ്ങൾക്ക് എണീക്കാനും പോകാനും ചെയ്യാനുമൊന്നും പറ്റാത്ത വിധത്തിൽ തളർന്നു പോകുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഇത് വല്ലാത്തൊരു വിഷയമാണ്. പല തോതിൽ പല നിലക്ക് പലരെ ഇത് ബാധിക്കുന്നുണ്ട്. ചിലർക്കാർ ദുനിയാവിന് വേണ്ടിയിട്ട് ഒരു മടിയില്ലാതെ കടന്ന് മരിച്ച ആൾക്കാരുണ്ട്. റമദാനൊക്കെ കുറെ ആൾക്കാർ നമ്മളങ്ങനെ കണ്ടിനി.
അല്ലെ? ദുനിയാവിന് അധ്വാനിക്കാൻ ഒരു മടിയില്ല, എന്നാൽ ദീനിന്റെ കാര്യത്തിന് ഭയങ്കര മടിയായിരിക്കും. ചില ആൾക്കാർക്ക് ദീനിന്റെ കാര്യത്തിൽ ഒരു മടി ഉണ്ടാവില്ല, എന്നാൽ അവന്റെ ദുനിയാവിന്റെ കാര്യമൊക്കെ പിടുത്തം വിട്ട് കിടക്കുകയായിരിക്കും. സ്വന്തം വീട്ടിലുള്ള ഭക്ഷണം പോലും കൊണ്ടുപോയി കൊടുക്കാത്ത അവസ്ഥ ഉണ്ടാവും. എന്നാൽ ഇബാദത്തിൽ ഭയങ്കര കാര്യമായിരിക്കും ആൾക്ക്. അപ്പോ വ്യത്യസ്ത തലത്തിൽ രണ്ടിനും മടിയുള്ള ആൾക്കാരുണ്ട്. ദീനിനും മടി, ദുനിയാവിനും മടി. വെറുതെ ഇരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനത്തെ ആൾക്കാരും ഉണ്ടാകും. അപ്പൊ ഇത് നമ്മൾ ചികിത്സിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ദീനിനെയും നമ്മുടെ ദുനിയാവിനെയും ബാധിക്കുന്ന ഈ ഒരു ആലസ്യം നമ്മിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ വിജയം കൈവരിക്കാൻ ഇരു ലോകത്തും സാധിക്കുമെന്നുള്ളതാണ്. അതിനെന്താണ് വഴി? ചില 10 വഴികളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് സമയത്തിന്റെ വില നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സെക്കൻഡും തിരിച്ചു വരില്ല. അതുകൊണ്ടാണ് ഇമാം ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോൾ ആ പ്രഭാതം നമ്മളോട് പറയുന്നത് യബ്ന ആദം അന ഖൽഖുൻ ജദീദ് വഅലാ അമലിക ഷഹീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, നിന്റെ കർമ്മങ്ങൾക്കുള്ള സാക്ഷിയാണ് ഞാൻ. അതുകൊണ്ട് ഫതസബ്ബദ് മിന്നി, എന്നെ നീ പരമാവധി യൂട്ടിലൈസ് ചെയ്തോ, ഉപയോഗിച്ചോ. ഫഇന്നി ഇദാ മദൈതു ലാ അഊദു ഇലൈഹി യൗമൽ ഖിയാമ, ഇന്ന് ഞാൻ തീർന്നുപോയാൽ ഖിയാമത്ത് നാൾ വരേക്കും ഞാൻ ഒരിക്കലും തിരിച്ചു വരികയില്ല എന്നാണ് പറയുന്നത്. 2025 ഏപ്രിൽ 18 ഫ്രൈഡേ, ജീവിതത്തിൽ ഒരിക്കലും ഇനി തിരിച്ചു വരില്ല. ആ ഡേറ്റ് കഴിഞ്ഞ്, ആ ദിവസം കഴിഞ്ഞ്. അപ്പൊ നഷ്ടപ്പെട്ടു പോകുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്ന് മനസ്സിലാക്കി സമയത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഖ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്, ആരോഗ്യവും സമയവും ആളുകൾ പാഴാക്കുന്ന വലിയ നിഅമത്തിൽപ്പെട്ടതാണ്. മഖ്ബൂൻ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്താൽ ഒരുപാട് ഗുണമുണ്ടായിരുന്നിട്ടും അതിനെ ഉപയോഗിക്കാൻ കഴിവുണ്ടായിട്ടും ഉപയോഗിക്കാതെ നശിപ്പിച്ച് കളയാന്നുള്ളതാണ്. വയസ്സായിട്ടൊന്നുമില്ല, പക്ഷെ വയസ്സന്മാരായി നടക്കുക. വലിയ തിരക്കൊന്നുമില്ല, പക്ഷേ തിരക്കന്മാരമാതിരി നടക്കുക. ഫുള്ള് തിരക്കാണ്, ഒന്നിനും പറ്റുന്നില്ല, എന്താ ചെയ്യുക, ആകെ ബിസിയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇവർ മനസ്സിലാക്കേണ്ടത് ഖുർആനിലൊരു ആയത്തുണ്ട്, ഒരായത്തല്ല, നിരവധി ആയത്തുകളുണ്ട്. അത് മരണത്തിന്റെ സമയത്ത് മനുഷ്യൻ വിലപിക്കുന്നതാണ്. എന്താ പറയുന്നത്? റബ്ബിർജിഊൻ, പടച്ചോനെ എന്നെ നീ ഒന്ന് മടക്കി തരുമോ എന്നാണ്. ജീവനുള്ള സമയത്ത് ആയുസ്സിന്റെ വില, സമയത്തിന്റെ വില മനസ്സിലാക്കാത്തവനൊക്കെ മരിക്കുന്ന സമയത്ത് പടച്ചവനോട് സമയം ചോദിക്കും. പരലോകത്ത് വെച്ചിട്ട് പറയും, ലൗ അന്നലി ഖറ, എനിക്കൊന്ന് മടങ്ങാൻ സമയം തന്നാൽ ഞാൻ മുഹ്സിനീങ്ങളിൽ പെട്ടോളാം എന്ന് പറയും. അതുകൊണ്ട് സമയത്തിന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയുക. ഇനി ഒരിക്കലും അവസരം ലഭിക്കില്ലെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പഠിക്കാനും പ്രവർത്തിക്കാനൊക്കെ പിന്നെ നമ്മൾ വേറെ സമയം കാത്തിരിക്കേണ്ട, ഇതാണ് അതിനുള്ള സമയം എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം സുഹൃത്തുക്കളെ, തസ്വീഫാണ്. തസ്വീഫ് നമ്മൾ വെടിയ എന്ത് പിന്നെയാകാം. ഒരു മനുഷ്യൻ നന്നായി ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ ശൈത്താൻ വന്നിട്ട് അവനെ ഓർമ്മിപ്പിക്കും, ഇജിപ്പോ നന്നായി കഴിഞ്ഞപ്പോ എനിക്ക് അതിപ്പോ ചെന്താക്കും, ഇതിപ്പോ ചെന്താക്കും, എന്റെ പെരക്കാരോട് ചെന്ന് പറയും, നാട്ടുകാരോട് എന്ത് പറയും, എന്റെ ടീംസിനോട് ചെന്ത് പറയും, ആകെ സീനാവും, അതുകൊണ്ട് ഇപ്പൊ നന്നാവണ്ട എന്ന് ശൈത്താൻ പറയും. എന്നാൽ തസ്വീഫ്, ഇപ്പോൾ ചെയ്യേണ്ട പിന്നെ ചെയ്യാം, ഇപ്പോൾ നിസ്കരിക്കേണ്ട പിന്നെ നിസ്കരിക്കാം, ഇപ്പോൾ ഖുർആൻ ഓതണ്ട പിന്നെ ഖുർആൻ ഓതാം, ഇപ്പോൾ നിനക്ക് എന്തെല്ലാം പണികളുണ്ട്, ഇപ്പൊ ഇത് ചെയ്യാൻ നിന്നാല് പിന്നെ മറ്റത് ആരാ ചെയ്യാം, ഭയങ്കര ഉപദേശിക്കാരം. എന്നാൽ മറ്റേക്ക് പോയാൽ അതും നടക്കൂല. അവിടെ ചെല്ലുമ്പോൾ അവിടെ വേറെ വസ്വാസികാരം, അതും ചെയ്യാൻ പറ്റൂല, ഇതും ചെയ്യാൻ പറ്റൂല. പിന്നെ കാര്യമായിട്ട് നടക്കെന്താ, ഇവിടുന്ന് പോയിട്ട് പുറത്തുനിന്ന് ഫോണും തോണ്ടി കുത്തിരിക്കുക. ഇവിടെ ദിക്റും ദുആയൊന്നും ചെയ്യാതെ വേഗം എണീറ്റ് പാഞ്ഞിട്ട് പുറത്തുനിന്ന് ഫോണും നോക്കി നിൽക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ആൾക്കാരായിട്ട് വർത്താനം പറഞ്ഞ് നിൽക്കുക. അപ്പൊ ഏറ്റവും അഫ്ദലായതിൽ നിന്ന് ഏറ്റവും അഫ്ദലല്ലാത്തതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചുവിടുക. ഇതൊക്കെ ശൈത്താന്റെ തന്ത്രമാണ്. അതുകൊണ്ട് തസ്വീഫ് നമ്മളിൽ ഉണ്ടാകരുത്. ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ തന്നെ ചെയ്യുക. അപ്പൊ ഒരു ചോദ്യം, ബാങ്ക് കൊടുത്താൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോ ഉമ്മമാർ പറഞ്ഞു, വേഗം അലക്കി കുളിച്ച് തേച്ച് അല്ലെ ഭക്ഷണമൊക്കെ റെഡിയാക്കി നിസ്കരിക്കാൻ പോകണം. അല്ല, ബാങ്ക് കൊടുത്താൽ പിന്നുള്ള പണി നിസ്കാരം. ബാക്കി പണിയൊന്നും മുടങ്ങിയ കേസെടുക്കൂല, ഒരു കുഴപ്പമുണ്ടാവില്ല. അതൊക്കെ സാവകാശം ആക്കം പോലെ പറ്റണ കോലത്തിലെടുത്താൽ മതി. ഞമ്മക്ക് തിന്നാനുള്ള ഫുഡല്ലേ ഏതായാലും. അതൊരു കരാർ എഴുതിയിട്ടും ശമ്പളം വാങ്ങിയിട്ട് ചെയ്യണമെന്നല്ലല്ലോ. ഇനി ആണെങ്കിൽ തന്നെയും ബാങ്ക് പിടിച്ചാൽ ഫസ്റ്റ് പണി നിസ്കാരം. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യുക, നീട്ടിവെക്കാതിരിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, സുഖലോലുപത വെടിഞ്ഞ് ത്യാഗത്തിന് തയ്യാറാവുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടം ഒരു സേഫായ, ഒരു കംഫർട്ടായ സോണിൽ നിൽക്കുക എന്നുള്ളതാണ്. അധികം റിസ്ക് ഒന്നും എടുക്കാതെ, അധികം വിയർക്കാതെ ശമ്പളം കിട്ടുകയാണെങ്കിൽ നല്ല ഇതായിരുന്നു. ജോയിൻ ചെയ്തിട്ട് ലീവ് എടുത്തിട്ട് ശമ്പളം കിട്ടുകയാണെങ്കിൽ വളരെ നല്ല ജോലിയാണ് എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള ജോലിയും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇഷ്ടം എന്ന് പറയുന്ന ആൾക്കാരാണ്. ദീനിന്റെ കാര്യത്തിലാണെങ്കിൽ, ദുനിയാവിന്റെ കാര്യത്തിൽ കുറച്ച് അധ്വാനിക്കാതെ
നമുക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ് വഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത്. ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം, റിസ്ക് ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം, സുഖവും സന്തോഷവും ഉന്മാദവും കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രം ഒഴുകിയാൽ നേരെ നരകത്ത് പോവാ. ഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്. മക്റഹുകൾ കൊണ്ട്, ത്യാഗങ്ങൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടതാണ് സ്വർഗം. തബൂക്കിലേക്ക് വിശ്വാസികളെ വിളിച്ചപ്പോൾ എല്ലാവരും അണിചേർന്നു. എന്നാൽ കപട വിശ്വാസി, അത് ഇസ്ലാമിന്റെ നാമം പേറി മുസ്ലിങ്ങളാണെന്നും പറഞ്ഞ് ജീവിക്കുന്ന കുറച്ച് നാമധാരികൾ, അവർ പറഞ്ഞു ലാ തൻഫിറൂ ഫിൽ ഹർ. ഈ ചൂടത്ത് തങ്ങൾ യുദ്ധത്തിന് പോട്, ഈ ചൂടത്തൊക്കെ ആരാ യുദ്ധത്തിന് പോവാ? അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? എന്ത് ചൂടാണിപ്പോ, എന്ത് തണുപ്പാണിപ്പോ, എന്ത് വിശപ്പുണ്ട് ഇപ്പൊ, എന്ത് ക്ഷീണുണ്ട് ഇപ്പൊ ചെയ്യേ, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ? ഖുൽ നബിയെ അവരോട് നീ പറയൂ, നാറു ജഹന്നമ അശദ്ദു ഹറ. നരകത്തിന്റെ ചൂട് ഇതിനേക്കാൾ ചൂടാണ്. മുനാഫിക്കിനെ കുറിച്ച് പറഞ്ഞാണ്. അതുകൊണ്ട് സുഖമായിട്ട് എല്ലാ സുഖവും എടുത്ത് അങ്ങനെ പോവാന്ന് വിചാരിക്കരുത്. കുറച്ച് റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പൊ കുറച്ച് ഉറക്കം വഹിക്കേണ്ടി വരും, കുറച്ച് നമ്മൾ ക്ഷീണം സഹിക്കേണ്ടി വരും, കുറച്ച് വിശപ്പ് സഹിക്കേണ്ടി വരും, കുറച്ച് നമ്മൾ പണം ചെലവഴിക്കേണ്ടി വരും, കുറച്ചൊക്കെ നമ്മുടെ മനസ്സ് കിടന്നോടാന്ന് പറയുമ്പോൾ ഇപ്പൊ കിടക്കാൻ പറ്റൂല. ഇപ്പൊ ഞാൻ ഓതാൻ തീരുമാനിച്ച സമയം, ഇപ്പൊ കിടക്കാൻ പറഞ്ഞാലോ അത് ശരിയാവില്ല, ഞാൻ പോതും. ഇപ്പൊ ഞാൻ വായിക്കാൻ തീരുമാനിച്ച സമയമാണ്, ഇപ്പൊ വേറെന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഫോൺ നോക്കി പറഞ്ഞാലോ അത് പറ്റൂല. ഇപ്പൊ ഇത് പഠിക്കേണ്ട സമയമാണ്, ഇപ്പൊ ഈ കളിച്ചോ എന്ന് പറഞ്ഞാലോ അല്ലെ? 8ാം ക്ലാസ്സിന് ഒരുത്തം പെണ്ണ് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? 13ാമത്തെ വയസ്സിൽ 14ാമത്തെ വയസ്സിൽ? പക്ഷെ സ്കൂളിലേക്ക് പോകുന്നത് ചില കുട്ടികൾ പെണ്ണ് നോക്കാനാണ്, ചില ആൾക്കാർ ബ്രോക്കർ പണി ചെയ്യാനാണ്, അങ്ങോട്ടും ഇങ്ങോട്ട് സെറ്റാക്കി കൊടുക്കാനാണ്, ചില ആൾക്കാർ ഭർത്താക്കന്മാരെ പോറ്റാൻ അവരെ കാണിക്കാനുമാണ്. അതിനൊക്കെ ഒരു സമയമുണ്ട്, അപ്പൊ ചെയ്താൽ മതി. ഇപ്പോ അതിന്റെ സമയമല്ല. ഏതിന് സമയം? അഭിഹിതത്തിന് സമയമുണ്ടെന്നല്ല, കല്യാണത്തിന്, വിവാഹത്തിന്. ആ സമയത്താണ് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടത്. ഇപ്പോ അതിന്റെ സമയമല്ല. അതുകൊണ്ട് ആനന്ദമുള്ള, ഉന്മാദമുള്ള കാര്യങ്ങളിൽ നമ്മളെ കെട്ടിയിടുക എന്നുള്ളത് പൈശാചികതയാണ്. അതിലേക്ക് പോകാതെ റിസ്ക് എടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. വിജയം കിട്ടണോ, നേട്ടം കിട്ടണോ, കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ത്യാഗം സഹിച്ചിട്ടാണ് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇന്ന മഅൽ ഉസ്രി യുസ്രാ. പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം. അപ്പൊ കുറച്ച് പ്രയാസപ്പെട്ടാൽ ധാരാളം എളുപ്പം നമുക്കുണ്ടാവും. അതുകൊണ്ട് നമ്മൾ പിന്നെ സുഖമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം. പണ്ഡിതന്മാർ പറഞ്ഞു അമിതമായി ഭക്ഷണം കഴിക്കാം. ഭക്ഷണപ്രിയം, നല്ലോണം ഭക്ഷണം കഴിച്ചാൽ നല്ല മടിയനാവും പറയും. അമിതമായി ഉറക്കം എന്റെ ഒരു വീക്ക്നെസ് ആണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എപ്പോഴും ഒരു ഉറങ്ങാനായിരിക്കും പൂതി ഉണ്ടാവാം. അതുപോലെ തന്നെ ഫോണിൽ ചാരിയിരുന്ന്, ഫോണൊക്കെ അത്യാവശ്യം ഉപയോഗിക്കുക. അത് ബെഡിൽ നമ്മൾ തലയണൊക്കെ വെച്ചിട്ട് ചാരിയിരുന്ന് ഇങ്ങനെ തോണ്ടിക്കുത്തുന്ന കുറേ നേരം തോണ്ടിക്കോളും അല്ലേ? അപ്പൊ ഫോണിൽ കുറെ സമയം പാഴാക്കിയിട്ട്, പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ലല്ലോ, ആരൊക്കെയോ ഇട്ട കുറെ സാധനങ്ങൾ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ അത് കണ്ട് ആനന്ദിക്കുക, അത് കണ്ട് ഇങ്ങനെ രസിക്കുക, അത് കണ്ട് ഇങ്ങനെ ചിരിക്കുക, കുറെ കണ്ട് പേടിക്കുക, കുറെ കണ്ട് നൊലൊഴിച്ചുക, കുറെ കണ്ടിട്ട് ആശങ്കപ്പെടുക, ആകപ്പാടെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പിരാന്താണ് കോലത്തിലാണ്. അത്തരം കംഫേർട്ടായിട്ട് നമുക്ക് തോന്നുന്ന സുഖകരമായ കാര്യങ്ങളൊക്കെ ഫോണൊക്കെ മാറ്റിച്ചിട്ട് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ മുഴുക. പിന്നെ അത്തരം സിറ്റുവേഷനുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താക്കുക, മടിക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന കൂട്ടുകാരിൽ നമ്മൾ മാറി നിന്ന് കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്ന, ദീനിന് വേണ്ടി അധ്വാനിക്കുന്ന കൂട്ടുകാരോടൊപ്പം നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മൂന്നാമത്തെ പരിഹാരം. സുഖലോലുപത വെടിഞ്ഞ് ത്യാഗത്തിന് തയ്യാറാവുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, വെറുതെ ഇരിക്കുന്നത് ഒഴിവാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനുൽ ഖവി ഖൈറും മിനൽ മുഅ്മിൻ അല്ലദീ ദഈഫ്. ദഈഫായ ദുർബലനായ വിശ്വാസിയേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം കരുത്തുള്ള വിശ്വാസിയാണ്. അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഈൻ ബില്ലാഹി വലാ തഅജിസ്. നിനക്ക് ഉപകാരപ്രദമായ കാര്യത്തിൽ നീ താൽപര്യത്തോടെ ഇറങ്ങിക്കോ. മനസ്സും ശരീരവും കണ്ണും കാതും അവയവങ്ങളൊക്കെ കരുത്തുള്ളതായി, അവന് നേട്ടമുള്ള കാര്യത്തിൽ താൽപര്യത്തോടെ അവൻ കഠിനാധ്വാനം ചെയ്യും. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന. നീ മടിച്ചു നിൽക്കലേ, ഇഹ്രിസ് അലാ മാ യൻഫഉക. നിനക്ക് ഉപകാരപ്രദമായത്, ദീനാകട്ടെ ദുനിയാവാകട്ടെ, ഉപകാരപ്രദമായ കാര്യത്തിൽ നീ താൽപര്യത്തോടെ ഇറങ്ങിക്കോ. വസ്തഈൻ ബില്ലാഹ്, നീ അല്ലാഹുവിനോട് സഹായം ചോദിച്ചോ. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹു, നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കൂ, നിന്നെ ആരാധിക്കാൻ എനിക്ക് നീ സഹായം നൽകണമേ എന്നാണ് ആ നസ്തഈൻ എന്നവിടെ ചേർത്തതിന്റെ ഉദ്ദേശം. അപ്പൊ അല്ലാഹുവിനോട് സഹായം തേടുക. നമുക്ക് വിജയകരമായ, നമുക്ക് സന്തോഷകരമായ, നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ ഹലാലാക്കി തന്ന കാര്യങ്ങൾക്ക് വേണ്ടി മടിയില്ലാതെ താല്പര്യത്തോടെ ഇറങ്ങുക. വലാ തഅജിസ്, നീ ദുർബലത കാണിക്കരുത്. തുടങ്ങും, എന്നിട്ട് അവിടെ ഇടും. ഖുർആന്റെ തഫ്സീർ ഒന്ന് വായിച്ച് തീർക്കണം ഇൻഷാ അല്ലാഹ്. ആണ് തുടങ്ങി 2 പേജ് വായിച്ച് അവിടെ ഇട്ട് പിന്നെ മൂപ്പര് പോയി.
ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് മൂപ്പരിങ്ങനെ വരും, ഒന്ന് വായിച്ചു തീർക്കണം പറഞ്ഞിട്ട്. വലാ തഅജിസ്, നീ ദുർബലനാകരുത്. ആ ദുർബലതയിൽ നിന്ന് നമ്മൾ പൂർത്തിയാക്കി ചെയ്യുന്ന കർമ്മങ്ങളാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. ഏതൊരു കർമ്മവും ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കി മനോഹരമാക്കുന്നതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് വെറുതെ ഇരിക്കരുത്. ഉന്മേഷമുള്ള സമയത്ത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ ധാരാളം നന്മ നിനക്ക് നഷ്ടപ്പെടുന്നതാണ്. ഇപ്പം എനിക്കൊരു മൂടില്ല, മൂടുണ്ടാവുമ്പോൾ ചെയ്യാം. മൂടുണ്ടാക്കലാണ്. മൂടുള്ളപ്പോൾ മാത്രം ചെയ്യാൻ നിന്നാൽ ഒരുപാട് കർമ്മങ്ങൾ നിനക്ക് നഷ്ടപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. വിശ്വാസി അവന് വിജയമുണ്ടാക്കുന്ന നേട്ടമുണ്ടാക്കുന്ന കാര്യത്തിൽ കണിശത ഉള്ളവനായിരിക്കും. നമ്മൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശത കാണിച്ചില്ലെങ്കിൽ, ഇബാദത്തിന്റെ കാര്യത്തിൽ കണിശത കാണിച്ചില്ലെങ്കിൽ, ദീനിയായ വിശ്വാസവും കർമ്മവും ആചാരവും കൾച്ചറും കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ കണിശത കാണിച്ചില്ലെങ്കിൽ പിന്നെ ഏത് കാര്യത്തിൽ നമ്മൾ കണിശത കാണിക്കാം? അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ കണിശത കാണിക്കാനും ചെയ്യേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ നമുക്ക് പറ്റണം. നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗമോ യാത്രാക്ഷീണമോ എന്തെങ്കിലുമൊക്കെ പ്രയാസമുണ്ടെങ്കിൽ പോലും രാത്രി നമസ്കാരം ഒഴിവാക്കാറില്ല. യാത്ര കൊണ്ടോ മറ്റെന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നിസ്കരിക്കും, എന്നാലും അത് ഒഴിവാക്കാറില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് വെറുതെ ഇരിക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വെറുതെ ഇരിക്കാതെ പ്രവർത്തിക്കുക. ഇബ്നു മസ്ഊദ് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ആൾക്കാർ വെറുതെ ഇങ്ങനെ ഇരിക്കും. ഒരു ദുനിയാവിനോ ദീനിനോ ഉപകാരപ്പെട്ട ഒരു കാര്യം ചെയ്യാതെ വെറുതെ ഇങ്ങനെ കുത്തിരിക്കുന്ന ആൾക്കാരാണ് എനിക്ക് ഏറ്റവും ദേഷ്യം എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പൊ നമ്മൾ വെറുതെ ഇരിക്കാതെ പ്രവർത്തിക്കണം. അഞ്ചാമത്തെ കാര്യം എന്താ വെച്ചാൽ പറ്റുന്നത് ചെയ്യാം. ഗർഭിണിയായിരുന്നു മറിയമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി തുസാഖിത് അലൈക റതബൻ ജനിയ, മിഹ്റാബിലേക്ക് ഫുഡ് എത്തിച്ചു കൊടുത്തു പഠിച്ചവൻ. പക്ഷെ ആ മറിയമിന് ഗർഭസ്ഥ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുഡ് ഇറക്കി കൊടുക്കാതെ ഈത്തപ്പഴം ആവശ്യം വന്നപ്പോൾ ഈത്തപ്പനെ പിടിച്ചു കുലുക്കാൻ പറഞ്ഞു. ഈത്തപ്പനെ കുലുങ്ങൂല. അത് കുലുക്കി ചാടിച്ചാൻ പറ്റുമോ? ഇല്ല. പിന്നെന്തേ? കുറച്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യാന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ അത് നമ്മൾ ചെയ്യുക, പറ്റുന്നത് ചെയ്യുക. ബാക്കി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് വിടുക. അതുകൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതൊന്നും എനിക്ക് കഴിയൂല, അതൊന്നും പറ്റൂല, അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒഴിവാക്കി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ആത്മാർത്ഥത കൈമുതലാക്കുക എന്നുള്ളതാണ്. മടി കപട വിശ്വാസികളുടെ ലക്ഷണമാണ്. ഞാൻ ഓതിയ ആയത്തില്ലേ, വഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, നിസ്കരിക്കാൻ അവർ മടിയന്മാരായിട്ടാണ് നിൽക്കുക. യുറാഊനന്നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കുക, അവർ ഒട്ടും അല്ലാഹനെ ഓർക്കൂല. അപ്പൊ പുറത്ത് മടി, ജസദ് മടി കാണിക്കും, ഉള്ളിലോ അല്ലാഹനെ കുറിച്ചൊരു ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ഉള്ളും പുറം പൊള്ളയാണ്. അത് കപടന്മാരുടെ ലക്ഷണമാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, ഹാദിഹി സിഫത്തുൽ മുനാഫിഖീൻ ഫി അശ്റഫിൽ അഅമാലി വഅഫ്ളലിഹാ വഖൈരിഹാ വഹിയ സ്വലാ, ഏറ്റവും അഫ്ളലായ ഏറ്റവും ഖൈറായ ഇബാദത്താണ് നിസ്കാരം. അതിൽ തന്നെ എത്ര മടിയാണെങ്കിൽ പോലെ ബാക്കി ഇബാദത്തിന്റെ അവസ്ഥ എന്തേക്കാരം? മുനാഫിക്കിന്റെ ലക്ഷണമാണ് മടി. ഇത് അഖാമു ഇലൈഹ ഖാമു വഹും കുസാല, അവർ നിസ്കരിക്കാൻ അവർക്ക് മടികാരം. എന്തിന്റെ അർത്ഥം? ലിഅന്നഹു ലാ നിയ്യത ലഹും ഫീഹാ, അവർക്ക് നല്ലൊരു നിയ്യത്ത് ഉണ്ടാവില്ല. സുഹൃത്തുക്കൾ, നിസ്കരിക്കാൻ പോകണം എന്തിനാ? മഹനീയമായ ഒരു കർമ്മം പടച്ചോ നിർബന്ധമാക്കിയത് എന്റെ പരലോക മോക്ഷത്തിന് വേണ്ടി. ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഇബാദത്ത്, എന്റെ റബ്ബിനോട് സംസാരിക്കാൻ ഞാൻ പോവാണ്. ആ ഒരു ആത്മചൈതന്യത്തോടുകൂടെ നീയത്തോടുകൂടെ പോകണം. അതവർക്ക് ഉണ്ടാവില്ല. വല ഈമാന ലഹും ബിഹ വല ഖശിയ, അവർക്ക് ഈമാൻ ഉണ്ടാവില്ല, ഭയഭക്തി ഉണ്ടാവില്ല. വല യഅഖിലൂന മഅനാഹ, എന്താണ് നിസ്കാരത്തിൽ പറയുന്നത് എന്നുള്ള ആശയം അവർ മനസ്സിലാക്കൂല. ഇങ്ങനെയായിരിക്കും അവരുടെ ഇബാദത്ത്, നിസ്കാരം എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യക്റഹ് അൻ യഖൂമ അർ-റജുലു ഇല സ്വലാത്ത് വഹുവ കസ്ലാൻ, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണവന് വെറുപ്പേക്കാരം, മടിയനായിട്ടാണ് നിസ്കരിക്കുക. വലാകി യഖൂമു ഇലൈഹി തുൽഖൽ വജ്ഹ്, എന്നൊരു വിശ്വാസി അങ്ങനെയല്ല. അവൻ നിൽക്കുക, അവന്റെ മുഖത്ത് പ്രസന്നതയുണ്ടാവും. അദീമർ റഗ്ബത്തി ശദീദൽ ഫർഹ്, അങ്ങേയറ്റത്തെ താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ, അങ്ങേയറ്റത്തെ സന്തോഷത്തോടുകൂടെ. കാരണം ഫഇന്നഹു യുനാജില്ലാഹ്, അവൻ അല്ലാഹുവോട് സംഭാഷണത്തിന് പോവുകയാണ്. വ ഇന്നല്ലാഹ അമാമഹു യഗ്ഫിറു ലഹു വയുജീബുഹു ഇദാ ദഅാഹും, അതായത് അല്ലാഹു സുബ്ഹാനഹു മുമ്പിൽ നിൽക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരിക്കും, അവന്റെ മുഖം പ്രസന്നമായിരിക്കും, താല്പര്യത്തോടുകൂടെ നിസ്കരിക്കാൻ പോവാ. എന്ന കപടന് മടിയോടുകൂടെ പോവാ. വിശ്വാസിക്ക് എത്ര താല്പര്യം ഉണ്ടാകാൻ കാരണം? നിസ്കാരം അല്ലാഹുവോടുള്ള സംഭാഷണമാണ്. അല്ലാഹു അവന്റെ മുമ്പിൽ നിൽക്കുകയാണ്, അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയാണ്, അവൻ ചോദിക്കുന്ന അല്ലാഹു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ സമയത്ത് വിശ്വാസി സന്തോഷത്തോടുകൂടെ നിൽക്കുകയാണ്. കപട വിശ്വാസിക്ക് ഈ സമയത്ത് മടിയും അലസതയും ഉണ്ടാവാൻ. അതുകൊണ്ട് ആത്മാർത്ഥതയാണ്. കപടൻ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാർത്ഥത ഇല്ലാത്തവനാണ്.
മുഅ്മിനായ മനുഷ്യൻ ആത്മാർത്ഥതയിൽ താല്പര്യത്തോടുകൂടെ ചെയ്യും. അതുകൊണ്ട് ആത്മാർത്ഥത നമ്മൾ കൈമുതലാക്കി കഴിഞ്ഞാൽ പടച്ചോന്റെ കൂലി കിട്ടാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ എനിക്ക് ചെയ്യണമെന്ന ആ ആത്മാർത്ഥ മനസ്സുണ്ടെങ്കിൽ ഒരു മടിയുണ്ടാവില്ല. അത് മാറുമ്പോഴാണ് ആരും കാണാനല്ല ഇപ്പം ഇപ്പം ചെയ്തു വിട്ടതൊക്കെ കാര്യം, പ്രത്യേകിച്ച് ആരും അറിയാനും പോണില്ല. അതാണ് യതീമിനെ സംരക്ഷിക്കില്ല എന്ന് ഖുർആൻ എടുത്തു പറയാൻ കാരണം എന്താ? യതീമിനെ സംരക്ഷിച്ച കാര്യമായിട്ട് പ്രശംസയൊന്നും കിട്ടൂല. അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മാർത്ഥത കൈമുതലാക്കുക എന്നുള്ളതാണ് മടിയെ അകറ്റാനുള്ള 6ാമത്തെ പോയിന്റ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പിശാച് മനുഷ്യനെ മടിയനും അലസനുമൊക്കെ ആക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമത്തിലാണ്. അള്ളാഹിനോട് പിശാച് പറഞ്ഞ വാക്കെന്നെ ലഅഖുദന്ന ലഹും സിറാത്തൽ മുസ്തഖീം, നിന്റെ നേരായ സിറാത്തുൽ മുസ്തഖീമിന്റെ ഡോറിൽ ഞാൻ നിൽക്കും. എന്നിട്ട് അങ്ങോട്ട് പോണ ആൾക്കാരെ അങ്ങോട്ടല്ല ഇങ്ങോട്ട് കയറി തിരിച്ചുവിടും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅഖിദു ശൈത്താൻ അലാ ഖാഫിയത്തി റഅസി അഹദികും ഇദാ ഹുവ നാമ ثلاث عقد يضرب كل عقدة عليك ليل طويل فارقد. ഉറങ്ങാൻ കിടക്കുമ്പോ ഉറങ്ങുന്നൊരു മനുഷ്യന്റെ തലഭാഗത്ത് ശൈത്താൻ വന്നിട്ട് 3 കെട്ടുകളിടും. ഓരോ കെട്ടിലും അടിച്ചിട്ട് അവന് പറയും അലൈക ലൈലുൻ തവീൽ ഫർഖുദ്. അതവന്റെ ഒരു മന്ത്രാണ്. രാത്രി ഇനിയുണ്ട്, നല്ലോണം ഉറങ്ങിക്കോ എന്ന് ആ കെട്ടിലടിച്ചിട്ട് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഫഇനിസ്തൈഖദ ഫദക്കറല്ലാഹ് ഇൻ ഹല്ലത് ഉഖദ ഫഇൻ തവല്ല ഇൻ ഹല്ലത് ഉഖദ ഫഇൻ സല്ല ഇൻ ഹല്ലത് ഉഖദ. ഒരാൾ എണീക്കുമ്പോ പ്രാർത്ഥിച്ച് എണീറ്റാൽ അൽഹംദുലില്ലാഹി ലദി അഹ്യാനാ ബഅദ മാ മാതനാ വഇലൈഹി നുശൂർ, അൽഹംദുലില്ലാഹി ലദി അഫാനി ഫീ ജസദി വറദ്ദ അലൈഹി റൂഹി വഅദിന ലീ ബിദിക്രി. അങ്ങനെ എണീക്കുമ്പോൾ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ചൊല്ലിയിട്ട് എണീറ്റാൽ ഒരു കെട്ട് പൊട്ടും. പോയിട്ട് വുളു എടുത്താൽ 2ാമത്തെ കെട്ട് പൊട്ടും. പോയിട്ട് നിസ്കരിച്ചാൽ 3ാമത്തെ കെട്ട് പൊട്ടും. ഫഇൻ സല്ല ഇൻ ഹല്ലത് ഉഖദ ഫഅസ്ബഹ നശീതൻ طيبൻ നഫ്സി വഇല്ല അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ. അങ്ങനെ അവൻ നേരം പുലർന്നാൽ അവന് നല്ല ഉന്മേഷമുണ്ടായിരിക്കും. അവന്റെ ബോഡിക്ക് നല്ല ഉന്മേഷം ഉണ്ടാവും. തയ്യിബൻ നഫ്സ്, അവന്റെ മനസ്സ് നല്ല ഉന്മേഷത്തിലായിരിക്കും. ബോഡിയും ശരീരവും മനസ്സും ഒരുപോലെ ഉന്മേഷത്തോടുകൂടെ മടിയില്ലാതെ ഒരു പ്രഭാതത്തിൽ കയറണമെങ്കിൽ എണീക്കുമ്പോ പടച്ചോനെ ബസ് പോയോ എന്ന് വെച്ചിട്ടല്ല എണീക്കണ്ടേ. അൽഹംദുലില്ലാഹി ലദി അഹ്യാന, പ്രാർത്ഥിച്ചിട്ട് എണീക്കണം. പ്രാർത്ഥിച്ചില്ലെങ്കിലോ അവന്റെ മനസ്സ് ചീത്തയായി പോകും. കസ്ലാൻ, അവൻ മടിയനായിരിക്കും. അപ്പൊ ഇതെന്താ മനസ്സിലാക്കണേ? നിത്യജീവിതത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും ഐച്ഛികമായിട്ടും ചൊല്ലേണ്ട പ്രാർത്ഥനകൾ, ദിക്റുകൾ, ദുആകൾ, ഔറാദുകൾ നമ്മൾ പറയുന്നില്ലേ, അത് നമ്മൾ ചിട്ടയായിട്ട് കൃത്യമായിട്ട് ചെയ്യാം. എന്നാൽ പൈശാചികമായിട്ടുള്ള ഇത്തരം മടി, അലസത പോലുള്ള കാര്യങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. 8ാമത്തെ കാര്യം, നമസ്കാരത്തിന്റെ കാര്യത്തിൽ, അതായത് സമയം നിശ്ചയിച്ച് പടച്ചോൻ പഠിപ്പിച്ച ആരാധനകൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മനസ്സിനുള്ളൊരു ട്രെയിനിങ്ങും കൂടെയാണ്. എന്നാ ഈ ഉറക്കത്തിന് നേരത്തെ ഒരു നിസ്കാരം കൊണ്ടെന്ന് വെച്ചേ സുബൈ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമുക്ക് ഏറ്റവും സുഖമുള്ള ഒരു കാര്യം ബ്രേക്ക് ചെയ്ത് അള്ളാന്റെ വിളിക്ക് ഉത്തരം കൊടുക്കണം. അതാണ് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിക്കണേ. ഉറക്കത്തേക്കാൾ ഉത്തമം നിസ്കാരമാണെന്ന് കേൾക്കുമ്പോൾ പുതപ്പ് വലിച്ചിട്ടിട്ട് ഓടാൻ പറ്റണം. ചിലക്കാരെ കയ്യെന്നെ ശൈത്താൻ തളർത്തിട്ടേക്കാണ്. പുതപ്പ് വലിച്ചിടാനോ അവിടെ നിന്ന് കയ്യെത്തിട്ട് എണീക്കാനോ ഒന്നും പറ്റാത്ത കോലത്തിൽ അമ്പിക്കടക്കുകയാണ്. അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവർക്കും ഉണ്ടാവും ഈ അവസ്ഥ. ക്ഷീണാണേ അറിയ ആൾക്കാർ. ക്ഷീണമൊന്നല്ല ഇത്, ക്ഷീണം ഹോസ്പിറ്റലിന് മുമ്പിൽ ക്യൂ ഒന്നുമല്ല. ഉറങ്ങാതെ ക്ഷീണിച്ചോ? നമ്മള് എയർപോർട്ടിൽ പോയിന്നില്ല, ക്ഷീണിച്ചോ? ഫുട്ബോൾ, ക്രിക്കറ്റ് ഏത് നേരത്തെ ഉണ്ടായാലും 2 മണിക്ക് 3 മണിക്കൊക്കെ ഉണ്ടായാലും ഇരിക്കാൻ സീറ്റും കൂടി വേണ്ട, നിക്കല. എന്താ ക്ഷീണിക്കാത്ത? ക്ഷീണമൊന്നുമല്ലേ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും പറയണ പോലെ വേണ്ടാത്തോണ്ട് തന്നെയാണ്. പിന്നെ ക്ഷീണമൊക്കെ ഉണ്ടാവും, എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവും. നന്നായിട്ട് ശരീരം പറ്റുകൊണ്ട് ശരി. വരെ വെയിലുള്ളാത്ത ഒരാൾ പെട്ടെന്ന് നല്ലോണം കൂടെ വെയിലൊക്കെ കൊണ്ട് ഇതൊക്കെ ആയി ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, നല്ലോണമൊക്കെ ക്ഷീണിക്കും. അത് ഫിസിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ രോഗം കൊണ്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ അമ്പിക്കടന്നൊക്കെ വരും. പക്ഷെ അതിനിപ്പോൾ എന്നും കിടക്കൂലല്ലോ. അപ്പൊ അത് നമ്മൾ മാറ്റിയിട്ട് സമയക്രമം പാലിക്കുക എന്നുള്ള നിസ്കാരമൊക്കെ കറക്റ്റ് നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ ആ മനസ്സിന് ഒരു ട്രെയിനിങ് ആണ്. മനസ്സിന് ട്രെയിനിങ് അങ്ങനെയല്ലോ. നോമ്പിനും ഭക്ഷണമൊക്കെ മുമ്പില്ലേനെയോ, ഫ്രൂട്ട്സൊക്കെ നമ്മളല്ലേ വെട്ടിയച്ച് എന്ത് തിന്നാന്, ഇടയ്ക്ക് അങ്ങോട്ടോ കിട്ടൊന്ന് തൊള്ളി കിട്ട പോരേനെയോ. മനസ്സിനുള്ള ട്രെയിനിങ് ആണത്.
അള്ളാഹ് നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. നോമ്പ് കഴിഞ്ഞാൽ ഹറാമ് വരുമ്പോൾ ഇത് പാടില്ല എന്ന് പറയാൻ മനസ്സിനെ ട്രെയിൻ ചെയ്യാണ്. നിസ്കാരമൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ സമയം പാലിച്ച് പുരുഷന്മാർ നിർബന്ധമായും ജമാഅത്തിന് പങ്കെടുക്കുക. ചിലക്കാർ പറയും ജുമക്ക് പോലും പങ്കെടുക്കാൻ പറ്റാത്ത തിരക്കുള്ള ഏർപ്പാട് അച്ഛൻ. ഇനി എപ്പോഴതൊക്കെ ജുമക്ക് പങ്കെടുക്കല്? അങ്ങനെ തിരക്കുള്ള ഏർപ്പാടൊന്നും വേണ്ട. തിന്നാലും കുടിച്ചാലും പെരണ്ടാക്കിയാലും മാത്രം പോരാ, കവറിലും കിടക്കണം, അള്ളാന്റെ മുമ്പിൽ എണീറ്റ് നിൽക്കണം. അതിന് പറ്റുന്ന ജോലിയൊക്കെ മതി. അതിന് പറ്റാത്ത ജോലിയാണെങ്കിൽ വേറെ ജോലി നോക്കണം. ഭൂമിയിൽ ഒരു ജോലി മാത്രമല്ലല്ലോ ഉള്ളത്. നമ്മുടെ ഇബാദത്ത് കൃത്യമായി നിർവഹിക്കാൻ പറ്റിയ ജോലി അതെന്താണോ അതെടുക്കുക. ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ജോലിയിൽ നിന്ന് വേറെ ജോലിക്ക് മാറിയാൽ പട്ടിണി ഉണ്ടാവുന്നില്ല. അള്ളാഹ്ക്കും വേണ്ടി വല്ലതും മാറ്റി വെച്ചാൽ അതിനേക്കാൾ ഹൈറായത് അള്ളാഹ് കൊണ്ടുവരും. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഉണക്കമീൻ കച്ചവടം ചെയ്തിട്ട് പള്ളിക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ പോകുമ്പോൾ മണത്തിട്ട് ഉണക്കമീൻ കച്ചവടം നിർത്തിയിട്ട് കുക്കറും സ്റ്റൗവും നന്നാക്കുന്ന ഒരു കട തുടങ്ങിയ ഒരാള്, ഒരു ചെറിയ പെട്ടിക്കടയിന്. അവിടെ നിന്നിട്ട് വലിയ 2 റൂമുകളായി 3-4 ബ്രാഞ്ചസായി, എമ്പാടും പൈസയായി മൂപ്പർക്ക്. അതെന്തേ? അള്ളാഹ്ക്ക് വേണ്ടി ഒരു കാര്യം മാറ്റിയേക്കാളെ തന്റെ ഇടം നമ്മൾ കാണിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ്. 9ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായിട്ട് പ്രാർത്ഥിച്ച കാര്യമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. നല്ലോണം രക്ഷ തേടിയിരുന്നു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചടുലത എന്തുകൊണ്ടാ? നബി കാലിൽ നീര് വരുമാറ് നിന്ന് നിസ്കരിച്ചില്ലേ? മദീനയുടെ അങ്ങാടിയിൽ നിന്നൊരു ശബ്ദം കേട്ടപ്പോ തൽക്കാലം പുറപ്പെട്ട് മൂടിക്കിടക്ക, ആരെങ്കിലൊക്കെ പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് നബി വിചാരിച്ചില്ല. ശബ്ദം കേട്ട ദിക്കിലേക്ക് ആദ്യം ഓടിയത് നബിയാണ്. ആളുകൾ കൂട്ടം കൂടി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ നബി അവിടെ പോയി തിരിച്ചു വന്നിട്ട് പൊയ്ക്കോളി എല്ലാവരും, ഒരു കുഴപ്പമില്ലായിരുന്നു. മടിച്ചു കടന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ഇടിച്ചിട്ട് പൊട്ടാത്ത കല്ല് മദീനക്ക് ചുറ്റും കിടന്നു കുഴിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടിച്ചു പൊളിച്ചത്. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുർബലനും മടിയനും അലസനുമായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ കരുത്തിലേക്ക് പോകണമെങ്കിൽ നല്ലോണം ഇസ്തിആദത്ത് തേടണം. നബി രക്ഷ തേടി പറഞ്ഞാൽ അത്ര സീരിയസ് ആണ് കാര്യം, അത്രയും നമ്മളത് ബാധിക്കുന്നുള്ളത് തന്നെയാണ്. അതല്ലേ കയ്യും കാലും ഇല്ലാത്ത ആൾക്കാർ എന്തെല്ലാം സാഹസികത ചെയ്യണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ മടി എന്നുള്ളത് നീക്കേണ്ട ഒരു സാധനം തന്നെയാണ് അല്ലേ. മടി അകറ്റാൻ എന്ന് പറയുന്ന വീഡിയോന്റെ താഴെ കമന്റിലുണ്ടാവും, ഇത് കാണാൻ തന്നെ വെച്ച് മടിയാണ്, ഇത് കേൾക്കാൻ തന്നെ വെച്ച് മടിയാണ്. അങ്ങനെയാണ് ആൾക്കാരുടെ അവസ്ഥ. മടി മാറൊക്കെ വേണം, പക്ഷെ കേട്ട് മനസ്സിലാക്കിയിട്ട് അതൊക്കെ ചെയ്യാനുള്ളൊരു റിസ്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനും മടിയാണ്. എല്ലാത്തിലുള്ള മടി നമ്മൾ അകറ്റണം. അതിമോഹം വെടിയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് പകർന്ന ഒരു തമന്നി അതുണ്ടായിരുന്നു. നമുക്ക് തമന്നി എന്നൊരു വ്യാമോഹം. ചില ആൾക്കാരെ സംബന്ധിച്ചോളം തുടക്കത്തിൽ തന്നെ വലിയ പ്രതീക്ഷയ്ക്ക് വെച്ചിട്ട് ദുനിയാവിന്റെ കാര്യം ദീനിന്റെ കാര്യമാണെങ്കിലും പെട്ടെന്ന് വലിയ ശമ്പളം വേണം, അതുകൊണ്ട് എവിടെയും മൂപ്പര് നിൽക്കൂല, ചാടി 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 അങ്ങനെ പോകും, അവസരമൊന്നും ഉണ്ടാവില്ല. ആ അവസ്ഥ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവധാനതയോടുകൂടെ പതിയെ പതിയെ അതിമോഹമില്ലാതെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അധ്വാനിച്ച് നമ്മുടെ നേട്ടങ്ങൾ കൈവരിക്കുക. നമ്മുടെ ദീനിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും ഈ ഒരു സംഗതിയെ നമ്മൾ മാറ്റിവെക്കുക. കഷ്ടപ്പെടാതെ നമുക്ക് വിശ്രമിക്കാൻ, അത് കഷ്ടപ്പെടാതെ വിശ്രമിക്കാതെ കഷ്ടപ്പെടുക. അത് അറബിയിലൊരു ചൊല്ലാണ്. കഷ്ടപ്പെടാതെ വിശ്രമിക്കാൻ, വിശ്രമിക്കാതെ കഷ്ടപ്പെടുക. അതായത് ദുനിയാവിൽ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ പരലോകത്ത് റിസ്ക് ഇല്ലാതെ സ്വർഗത്തിൽ സുഖമായിട്ട് ജീവിക്കാം. സ്വർഗം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ദുനിയാവിലെ സംഗതിയോട് ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നത്. സ്വർഗം സുഹൃത്തുക്കളെ നമ്മളെ സ്വപ്നത്തിനൊക്കെ അപ്പുറത്താണ്. നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുക സ്വർഗം നേടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് കഷ്ടപ്പെടാതെ സ്വർഗത്തിൽ കഴിയാം. വിശ്വാസി മരിക്കുമ്പോൾ നെറ്റിയിൽ വിയർപ്പുണ്ടാവും എന്നല്ലേ റസൂല പറഞ്ഞത് അല്ലേ? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരും വരേക്കും നീ ധാരാളമായി ഇബാദത്തിന്റെ കാര്യം നീ നല്ലോണം ശ്രദ്ധിച്ചോന്ന്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദൂരെന്നൊരു സ്വഹാബി വന്നു, ഒരാൾ വന്നു, നബി ചോദിച്ചു എന്തിനാ വന്നു ചോദിച്ചു. അറിവ് നേടാൻ വേണ്ടിയാണ് പറഞ്ഞത്. മർഹബൻ ബിതാലിബിൽ ഇൽം, അറിവന്വേഷിച്ചു വന്ന വിദ്യാർത്ഥി നിനക്ക് വെൽക്കം. എന്താ മൂപ്പര് പഠിക്കാൻ വന്നറിങ്ങൾക്ക് കുറെ കൊല്ലങ്ങൾ കോഴ്സ് എടുത്തിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി പോകാനൊന്നല്ല വന്നത്. ഹുഫ തടവുമ്പോൾ ഉള്ള അഹ്കാമുകൾ പഠിക്കാനാണ് വന്നത്. അപ്പൊ നമുക്കറിയാത്ത കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം, വായിച്ചു തുടങ്ങണം, കേട്ടു തുടങ്ങണം. നമ്മൾ മനസ്സിലാക്കിയ സത്യം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമ്മൾ മനസ്സിലാക്കിയ സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. നമ്മുടെ നല്ല നല്ല ആഗ്രഹങ്ങളെ സഫലമാക്കാനുള്ള നീക്കങ്ങളിൽ നമ്മൾ എല്ലാവരും മുഴുകണം. വലാ തഅജിസ്,
ദുർബലനാകരുത്, പാതി വഴി വിട്ടേച്ചു പോകരുത് എന്ന റസൂലിന്റെ ആ ഒരു ഉത്ബോധനം നമ്മളെല്ലാവരും നെഞ്ചേറ്റി ഈ 10 റെമഡീസ് നമ്മുടെ മടിയെ അകറ്റാൻ വേണ്ടി നമ്മളെല്ലാവരും മതപരമായിട്ട് പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു പുറത്തു തരട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും ഹക്കിന്റെ മാർഗത്തെ പുൽകാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കിയതിനെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനും അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ധാരാളം ഖൈറാത്തുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ അല്ലാഹു നമുക്ക് ഉന്മേഷവും ആവേശവും ആരോഗ്യവും ചടുലതയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മടിയും ആലസ്യവും ദുർബലതയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തൊട്ട് അകറ്റുമാറാവട്ടെ. നാം ഭയക്കുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തൊട്ട് തടയുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സമാധാനവും സന്തോഷവും നിലനിർത്തി തരുമാറാവട്ടെ. ഈ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യത്തെ നിലനിർത്താൻ പരിശ്രമിക്കുന്ന ഭരണകൂടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകരം നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ഫലസ്തീനികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അല്ലാഹു ആശ്വാസവും സ്വാതന്ത്ര്യവും പ്രദാനം ചെയ്യട്ടെ. മനുഷ്യരക്തത്തിൽ ആനന്ദ നൃത്തമാടുന്ന ആളുകൾക്ക് അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ സമ്പദ് വ്യവസ്ഥയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തകർക്കുമാറാവട്ടെ. അവരുടെ സംഘശക്തിയെ അല്ലാഹു നശിപ്പിക്കുമാറാവട്ടെ. അവരുടെ ആയുധങ്ങളെ അവരുടെ നാശത്തിന് അല്ലാഹു ഹേതുകമാക്കുമാറാവട്ടെ. അല്ലാഹു ലോകത്തുടനീളം സമാധാനവും ശാന്തിയും സ്വസ്ഥതയും സന്തോഷവും നിലനിർത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുഷ്കാലത്തെ പരമാവധി അവന് വഴിപ്പെട്ട് ജീവിച്ച് അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി കഴിച്ചുകൂട്ടാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.